സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ. ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. എന്റെ ദൈവം വലിയവൻ, ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ൂരിനുള്ളിൽ താഴ്വരയിലും ഭീതിപ്പെടുത്തും വേളയിലും, കൂരിനുള്ളിൽ താഴ്വരയിലും ഭീതിപ്പെടുത്തും വേളയിലും, എന്റെ അരികിൽ വന്ന് എന്നെ ധൈര്യപ്പെടുത്തും എന്റെ ദൈവം വലിയവൻ. എന്റെ അരികിൽ വന്ന് എന്നെ ധൈര്യപ്പെടുത്തും എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ, ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ, ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം
നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനും രൂപാന്തരപ്പെടുവാനും അവസരമുള്ളൂ. മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ടത്. യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കർത്താവായ യേശുവിൽ അധിഷ്ഠിതമായ ജീവിതം, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാകുന്നില്ല. യേശുക്രിസ്തുവുമായി അഭേദ്യമായ പിരിയാത്ത ഒരു ബന്ധമാണ് ക്രിസ്തീയ ജീവിതം. വേദപുസ്തകത്തിൽ മാത്രം നാം വായിക്കുന്ന പല വാക്യങ്ങളുണ്ട്. ലോകപ്രകാരം എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും ജ്ഞാനമുണ്ടെങ്കിലും അങ്ങനെയുള്ള വാക്കുകളൊന്നും കേൾക്കണമെന്നില്ല. വേദപുസ്തകത്തിൽ ഊന്നി പറയുന്ന ഒന്നാണ് മനുഷ്യൻ മാനസാന്തരപ്പെടണമെന്ന്, വീണ്ടും ജനിക്കണമെന്ന്, പുതുതായി ജനിക്കണമെന്ന്, രക്ഷിക്കപ്പെടണമെന്ന്. ഇതിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവിടെ മനുഷ്യൻ വീണ്ടും ജനിക്കുകയും അവന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നില്ല എങ്കിൽ രണ്ടാമത്തെ മരണം അനുഭവിക്കേണ്ടി വരുമെന്ന്. രണ്ടാമത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജനിക്കാമോ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നീക്കോദിമോസ്, പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായിരുന്ന നീക്കോദിമോസ് ഒരു സന്ധ്യയെങ്കിൽ ആരും അറിയാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ചെന്ന് അവൻ ചോദിച്ചതാണ്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന്. കർത്താവായ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. നീക്കോദീമോസ് എന്ന ഏക വ്യക്തിയോടാണ് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്. എന്നാൽ കർത്താവ് അവനോട് ഊന്നി പറഞ്ഞു, പുതുതായി ജനിക്കാത്ത ഒരു മനുഷ്യനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന്. എല്ലാവരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലുള്ള രക്ഷ അനുഭവിക്കണമെന്ന് കർത്താവ് വളരെ കർശനമായി മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മരണം എന്താണെന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. 2 പുനരുത്ഥാനമുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനവും. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ വിശുദ്ധന്മാര് യേശുക്രിസ്തുവിന് വേണ്ടി നോക്കി പാർത്തിരുന്നവര് ഉയർത്തെഴുന്നേറ്റു. 1000 ആണ്ട് കഴിയുവോളം പിന്നെ ഭൂമിയിൽ ഉറങ്ങിക്കിടന്ന മൺമറഞ്ഞു പോയവര് ഉയർത്തെഴുന്നേറ്റില്ല എന്ന്. ഈ 1000 ആണ്ട് എന്താണെന്ന് വ്യക്തമായി നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് 1000 ആണ്ട് കഴിഞ്ഞാണ് രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് നാം പലപ്പോഴും കേൾക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ അറിയുന്നുണ്ട്, വേദപുസ്തകത്തിൽ നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ മരിച്ച് കടന്നുപോയ ആരും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെയും വരുമെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യാണ് കടന്നുപോയിരിക്കുന്നത്, അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് യേശുക്രിസ്തു വന്നത് പാപിയെ പരിശുദ്ധനാക്കുവാൻ, കുറ്റമില്ലാത്ത രക്തം കാൽവറിയിൽ ചിന്തുവാനാണ് യേശുക്രിസ്തു ഒന്നാമത് ഭൂമിയിലേക്ക് വന്നത്. ഇനി കർത്താവായ യേശുക്രിസ്തു വരുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം മൂലം പാപം വിട്ട്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, വന്നുപോയ പാപങ്ങളെല്ലാം തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച്, യേശുക്രിസ്തുവിന് വേണ്ടി തന്നെ സമർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടണമെന്നുള്ള അതിയായ ദാഹത്തോടും ആർത്തിയോടും കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് ഇനി കർത്താവായ യേശുക്രിസ്തു വരുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. ദൈവമക്കളെ, നാം ചിന്തിക്കണം, ഈ ഒന്നാമത്തെ പുനരുത്ഥാനം വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണെങ്കിൽ അന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമോ? അന്ന് ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വരവിൻ്റെ കാഹളനാദം ഞാൻ കേൾക്കുമോ എന്ന്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്,
ഒന്നാമത്തെ പുനരുത്ഥാനത്തില് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക്, എടുക്കപ്പെടുന്നവർക്ക്, യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരുന്നവർക്ക് അവർക്ക് രണ്ടാം മരണമില്ല എന്ന്, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന്. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? അവര് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അവര് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ വീണ്ടും ജനിച്ചവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്. ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ അപ്പന്റെയും അമ്മയുടെയും മകനായി പിറന്നു. എന്നാൽ അത് കൂടാതെ അതിനേക്കാൾ ഉപരിയായി അവർ യേശുക്രിസ്തുവിന്റെ വചനം കൊണ്ട് വീണ്ടും ജനിച്ചവരാണ്. അതുകൊണ്ട് രണ്ടാം മരണത്തിന് അവരുടെ മേല് അധികാരമില്ല എന്ന്. പ്രിയപ്പെട്ട ഈ രണ്ടാം മരണം, അതിന്റെ 15-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിച്ചേക്കാം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയപ്പെട്ട ആരാണ് ഈ രണ്ടാം മരണം അനുഭവിക്കുന്നത്? എന്താണ് രണ്ടാം മരണമെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നി, ആ തീപ്പൊയ്ക, അതാണ് രണ്ടാമത്തെ മരണമെന്ന്. അതൊരിക്കലും മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതല്ല, പിന്നെയോ പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്നതാണ് ആ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം. എന്നാൽ പ്രിയപ്പെട്ട പിശാചിന്റെ ഇഷ്ടം ചെയ്ത് പിശാചിന്റെ കരങ്ങളിൽ അമർന്നുപോയി പിശാചിനോടുകൂടെ ജീവിച്ച് കടന്നുപോയ മനുഷ്യന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതാണ് രണ്ടാമത്തെ മരണമെന്ന്. ഇവിടെ ഒരു മനുഷ്യന് രണ്ട് ജനനമുണ്ടെന്നും രണ്ട് മരണമുണ്ടെന്നും വേദപുസ്തകം മാത്രം പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്ന കാര്യങ്ങളല്ല ദൈവമക്കളെ. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഈ മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണമെന്ന്. നീക്കോദീമോസ് അന്ന് കർത്താവിനോട് ചോദിച്ചു, വൃത്തനായ ശേഷം ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പിന്നെയും ജനിക്കാൻ കഴിയുമോ? ഗുരു, ഇത് എങ്ങനെയാണ്? ഒന്നുകൂടി പറഞ്ഞാൽ നീക്കോദീമോസിന് അത് ഒട്ടും മനസ്സിലായില്ല. കർത്താവിനോട് ചോദിച്ചു, അത് എങ്ങനെ സംഭവിക്കുമെന്ന്. ദൈവമക്കളെ, അന്ന് യേശു അത്ഭുതത്തോടെ നീക്കോദീമോസിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ എന്ന്. ഏത്? വീണ്ടും ജനിക്കണമെന്നുള്ളത്. ഈ വീണ്ടും ജനനം എങ്ങനെയാണെന്ന്, പുതുതായി ജനിക്കുന്നത് എങ്ങനെയാണെന്ന് നീക്കോദീമോസേ നിനക്ക് അറിഞ്ഞുകൂടെ? നീ എങ്ങനെയാണ് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായതെന്ന് കർത്താവ് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് അനേകർക്കും വീണ്ടും ജനനം എന്തെന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവമില്ല. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയിലോ അല്ലെങ്കിൽ അറിവിലൊക്കെ നാം പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അനേകർക്കും ഈ വീണ്ടും ജനനം അല്ലെങ്കിൽ പുതുതായി ജനിക്കുക, മാനസാന്തരപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായ അനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം വ്യക്തിപരമായ അനുഭവങ്ങളുടെ ജീവിതമാണ്. അത് മറ്റുള്ളവരെല്ലാം പറഞ്ഞുള്ള അറിവല്ല, പിന്നെയോ അവനവൻ അനുഭവിക്കുന്ന യഥാർത്ഥമായ സത്യമാണ് ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന്, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുവെന്ന്, യേശുക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന്, അവൻ എന്നെ നേരായ പാതയിലൂടെ നടത്തുന്നുവെന്ന്. യേശുക്രിസ്തുവിനെ നാം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല കർത്താവായ യേശുക്രിസ്തുവിനെ. എന്നാൽ അവന്റെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നീക്കോദീമോസിന് ഒന്നും മനസ്സിലായില്ല. അത്ഭുതത്തോടെയാണ് കർത്താവ് ചോദിച്ചത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇതറിയുന്നില്ലയോ എന്ന്. ദൈവമക്കളെ, ഇന്ന് സഭകളിലേക്ക് നോക്കിയാൽ, ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് നോക്കിയാൽ, യഥാർത്ഥമായ വീണ്ടും ജനനം അല്ലെങ്കിൽ പുതുതായി ജനിക്കുക, മാനസാന്തരത്തിൽ ജീവിക്കുക, ഇതൊന്നും തൊട്ടു തീണ്ടാത്തവരാണ് അനേകം ക്രിസ്ത്യാനികൾ. പുറമേ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ട്. പ്രിയപ്പെട്ട, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ എന്താണ്? ആ പിശാചിനോന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമാകുന്നു എന്ന്. ദൈവമക്കളെ, എന്ത് നാം മനസ്സിലാക്കണം? മാനസാന്തരപ്പെട്ട് ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ നാം ജീവിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് വിശുദ്ധന്മാരുടെ നിരയിൽ നാം എടുക്കപ്പെടുന്നുവെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ആ പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നാം പലപ്പോഴും പാടിയിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വ്യക്തിപരമായി എൻ്റെ പേരെന്ന് വിളിക്കുമോ?
എൻ്റെ പേരെവിടെ ഉണ്ടോ? ദൈവമക്കളെ, ആ പേര് വിളിക്കുന്ന ആ വലിയൊരു സദസ്സ്, ദൈവമക്കളെ, അന്ന് നമ്മുടെ പേര് വിളിക്കുമോ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അന്ന് പേര് വിളിച്ചില്ലെങ്കിൽ ആ തീപ്പൊയ്ക, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, പ്രിയപ്പെട്ടവരെ, അതിന് പാരമ്പര്യമോ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ ഔന്നത്യങ്ങളോ ഉയർച്ചകളോ വിദ്യാഭ്യാസമോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും പരിഗണിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ എന്ന് പരിഗണിക്കുന്നുള്ളൂ. എന്ത്? ജീവന്റെ പുസ്തകത്തില് ഇവന്റെ പേരുണ്ടോ എന്ന്. ദൈവമക്കളെ, ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ ആരാണെന്ന് പറഞ്ഞാലും തീപ്പൊയ്യിലേക്ക് തള്ളിക്കളയും. ആ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവമക്കളെ, നിത്യാഗ്നിയാകുന്ന ആ നരകയാതനയിലേക്ക് ഒരാത്മാവ് തള്ളപ്പെടുന്നതാണ് രണ്ടാമത്തെ മരണം. ദൈവമക്കളെ, ഇവിടെ വെച്ച് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഈ രണ്ടാം മരണത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ചപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? മനുഷ്യന് വേണ്ടിയല്ല രണ്ടാം മരണം, നിത്യനാഗ്നി. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആ പിശാചിനോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ, പിശാചിനോന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ രണ്ടാം മരണം എനിക്കുണ്ടോ? അതോ ഞാൻ ഒന്നാം മരണത്തിൽ, ഒന്നാമത് മരണം കഴിഞ്ഞ് രണ്ടാം മരണത്തിലേക്ക് പോകാതെ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പില് അന്ന് എടുക്കപ്പെടുമോ എന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാര് ഉണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തെസ്സലോനിക്കർ എഴുതിയ ഒന്നാമത്തെ ലേഖനം 16 മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് മേഘങ്ങളിൽ എടുക്കപ്പെടുകയില്ല. പിന്നെയോ കുഞ്ഞാടിന്റെ കാന്ത, അരിമമണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന വിശുദ്ധന്മാര്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവര്, അവര് ഞൊടിയിട കൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവർ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോടുകൂടെ, കഴിഞ്ഞ കാലങ്ങളിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരോടുകൂടെ ആദ്യാകാശത്തിൽ എടുക്കപ്പെടും. എന്നെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചലനമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അപ്രത്യാശയുടെ ധീരവുമായിട്ടൊരു ബന്ധമുണ്ടോ? എൻ്റെ അരുമമണവാളം വരാറായി എന്ന്, അവൻ മധ്യാകാശത്തിൽ എഴുന്നള്ളി വരുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ഞാൻ ഭൂമിക്ക് അടിയിലാണെങ്കിലും അല്ല ഭൂമിക്ക് മുകളിലാണെങ്കിലും അന്ന് ഞാൻ പറന്നുയരുമെന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അതാണ് പ്രത്യാശ, അതാണ് നിത്യജീവന്റെ ഉറപ്പ്. നമുക്കത് ഉണ്ടോ ദൈവമക്കളെ? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമായ ഒരു വാക്യം തന്നെയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പിതാവായ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണെന്ത്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവിടെ വേറെ പരിഗണനകൾ ഒന്നുമില്ല ദൈവമക്കളെ, ഏവർക്കും, ഏതു മനുഷ്യനും ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വർഗീയ അധികാരമാണ് എന്ത്? ദൈവമക്കളായി തീരുവാനുള്ള അധികാരം, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാനുള്ള അധികാരം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏവർക്കും പ്രിയപ്പെട്ടവരെ, അതിന് വേറെ കക്ഷി പരിഗണനകൾ ഒന്നുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവമക്കളെ, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വിദ്യാഭ്യാസം വേണമെന്നുണ്ടോ? സമ്പത്ത് വേണമെന്നുണ്ടോ? സൗന്ദര്യം വേണമെന്നുണ്ടോ? പാരമ്പര്യം വേണമെന്നുണ്ടോ? ബന്ധുബലം വേണമെന്നുണ്ടോ? ഏതെങ്കിലും പുണ്യപ്പെട്ട സഭയുടെ അംഗമായിരിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല ദൈവമക്കളെ. ഏതു മനുഷ്യനും സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണെന്ത്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ പലപ്പോഴും പല കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ, ദൈവവചന ശുശ്രൂഷകളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ നാം കേൾക്കാറുണ്ട്, നാം ദൈവമക്കളാണെന്ന്.
ദൈവമക്കൾ എന്നുള്ള പദവി പലപ്പോഴും, ആ പദം നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ വചനം പറയുന്നു എങ്ങനെയാണ് ദൈവമക്കളായി തീരുന്നതെന്ന്, എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ഞാനൊരു ദൈവവൈതലാണോ എന്ന്, ഞാനൊരു ദൈവവൈതലാണോ എന്ന്. സ്വർഗത്തിലെ ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ അവൻ്റെ മകനാണോ എന്ന്, അവൻ്റെ മകളാണോ എന്ന്, അവൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ വിലക്കി വാങ്ങി എന്നുള്ള ആ ഉറപ്പുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പാരമ്പര്യങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല. ഇത് ഏതെങ്കിലും നേർച്ചകളോ കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ പുണ്യപ്രവൃത്തികളോ കൊണ്ട് കിട്ടുന്നതല്ല. പിന്നെയോ അതിനൊരേ ഒരു മുഖാന്തരമേ ഉള്ളൂ. എന്ത്? പാപിക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, അവനെ കൈക്കൊള്ളണം, അവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. അവരാണ് ദൈവമക്കള്. പ്രിയപ്പെട്ടവരെ, പുറമേ നാം ദൈവമക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവമക്കളാകുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഞാനും നിങ്ങളും ദൈവമക്കളാണോ? യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് ഞാനെന്നുള്ള ആ ഹൃദയത്തിലെ ഉറപ്പ് നമുക്കുണ്ടോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. നമുക്ക് ദൈവമക്കളാണെന്നുള്ള ആ ഉറപ്പില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നില്ല. കർത്താവ് വസിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആരേത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്കൊരു ചഞ്ചലിപ്പും കൂടാതെ പറയാൻ കഴിയും, ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണെന്ന്, ഞാനൊരു ദൈവവൈതലാണെന്ന്, ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഞാനൊരു ദൈവവൈതലാണോ എന്ന്? വായിച്ചോ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവമക്കളെ, ഈ ദൈവമക്കൾ എന്ന് പറയുന്നവരെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനം പറയും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്ന് ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുമെന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യൻ നടത്തുകയാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. പരിശുദ്ധാത്മാവ് അവിടെ നിർത്തുകയല്ല, പിന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളിനി ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഭയം വരേണ്ട കാര്യമില്ല. കാരണം എന്താ? നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് കർത്താവ് തന്നത് എന്താണ്? പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളെ, ഒരാളെ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ അപ്പന്റെ മകനായിരിക്കണം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, പ്രിയപ്പെട്ട അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭയം വരുത്തുന്ന പിശാചിന്റെ ആത്മാവല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവാത്മാവുള്ള ഒരു മനുഷ്യന് എപ്പോഴും ഹൃദയ പ്രാഗൽഭ്യമുണ്ട്. അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ എന്റെ ചങ്കിനുള്ളിലുണ്ട്. അവനാണ് എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്, അവനാണ് എന്നെ നടത്തുന്നത്. ആ ഒരു ധൈര്യം നമുക്കുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതോ ഇന്നും ഭയമാണോ? ഞാൻ വീണു പോകുമോ? ഞാൻ ഇനി മദ്യത്തിലേക്ക് പോകുമോ? പഴയ പാപങ്ങളിലേക്ക് പോകുമോ? എന്റെ കൂട്ടുകെട്ടുകളിലേക്ക് പോകുമോ? എനിക്ക് രോഗം വരുമോ? എനിക്ക് കടം വരുമോ? നാളെ എനിക്ക് എന്തെങ്കിലും കഷ്ടതകൾ വരുമോ? നാളെ എന്റെ ഭാവി എന്തായിരിക്കും? ഇതുപോലുള്ള പൈശാചികന്റെ തരുന്ന ഈ ഇരുളടഞ്ഞ ആലോചനകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം കുമ്പിട്ടിരിക്കുന്നതാണോ? സഹോദരാ, നീ കേട്ടുകൊള്ളുക, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. ഭക്തനായ ഇയ്യോബ് കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഇയ്യോബിനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്ത്? എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്, അവൻ ജീവനുള്ളവനാണെന്ന്, അവൻ ഒരു നാൾ ഈ പൊടിയിലേക്ക് നിൽക്കാൻ വരുമെന്ന്. ദൈവമക്കളെ, അതാണ് വിശ്വാസിയുടെ ഉറപ്പ്, അതാണ് ഒരു ദൈവവൈതലിന്റെ ഹൃദയ പ്രാഗൽഭ്യം. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്, എനിക്കൊരു സൃഷ്ടാവുണ്ടെന്ന്, എനിക്കൊരു ഉടയവനുണ്ടെന്ന്. ഞാൻ അനാഥനല്ല, ഞാൻ ആരോരുമില്ലാത്തവനല്ല, എന്നോടുകൂടെ എൻ്റെ കർത്താവുണ്ടെന്ന്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അവിടെ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം മക്കളാണെങ്കിൽ സ്വർഗീയ പിതാവിന്റെ സ്വത്തിന്റെ അവകാശികളാണെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ അപ്പന്റെ മകനും മകളുമാണെങ്കിൽ നമുക്ക് പിന്നെ ഭയപ്പെടാനുണ്ടോ? നമുക്ക് നിരാശപ്പെടേണ്ട വിഷയങ്ങളുണ്ടോ?
ഇല്ല ദൈവമക്കളെ. കാരണം എന്താ? ആ ഉറപ്പും ധൈര്യവും നമുക്കുണ്ടോ? ആ വിശ്വാസത്തിന്റെ ഉറപ്പ് നമുക്കുണ്ടോ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പ്രിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ സ്വത്തിന്റെ അവകാശികളാണ് നാം. അവന്റെ വിശുദ്ധിയാണ് അവന്റെ സ്വത്ത്. നാം എത്ര പേര് ചിന്തിക്കാറുണ്ട് ഇന്നത്തെ ജീവിതത്തിനപ്പുറം എൻ്റെ നിത്യത എവിടെയാണെന്ന്? ദൈവമക്കളെ, ഞാൻ പറയും, എപ്പോഴും നാം ചിന്തിക്കണം, എൻ്റെ നിത്യത ഞാൻ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതിയോ? ഞാൻ ഇന്ന് നടക്കുന്ന പോലെ നടന്നാൽ മതിയോ? ഞാൻ ഇന്ന് എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ മതിയോ? നമുക്ക് തുടർന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ അധികാരം നമ്മുടെ ജീവിതത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അധികാരം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, ദൈവം ഓരോ മനുഷ്യന്റെ മുമ്പിലും വെച്ചിരിക്കുന്ന സ്വർഗീയ അധികാരമാണത്. വേണമെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കാം, വേണമെങ്കിൽ നമുക്ക് രക്ഷകനെ സ്വീകരിക്കാം, വേണമെങ്കിൽ നമുക്ക് പാപം വിട്ട് ജീവിക്കാം, വേണമെങ്കിൽ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശുവിനോട് കൂടെയാണോ? യേശു ക്രിസ്തുവിനോട് കൂടെയാണോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? വായിക്കാം നമുക്ക്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ആരാ ഈ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവ മക്കളായി തീർന്നവരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവമക്കളെ, നാം ഈ ഭൂമിയിൽ ജനിച്ചത് രക്തത്തിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, വീണ്ടും ജനിക്കുക, ദൈവമക്കളായി തീരുക, പുതുതായി ജനിക്കുക. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ വചനം കേട്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുന്നത്. ദൈവമക്കളെ, നാം യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവില് പിതാവായ ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാരത്തെക്കുറിച്ച്. വായിക്കാം. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. എൻ്റെ ജീവനെ കൊടുപ്പാനും വീണ്ടും അതിനെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. വായിച്ചോ. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ആരും അതിനെ എന്നോട് എടുത്തു കളയല്ല. പ്രിയപ്പെട്ടവരെ, ജീവനെ, സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി കൊടുക്കാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ അധികാരപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചതാണ്. ആ സ്വർഗീയ അധികാരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ ആത്മാവിൽ പുതുക്കം നമുക്കുണ്ടോ? മനസാന്തരം നമുക്കുണ്ടോ? ഭയപ്പാടുകൾ നമ്മെ ഭരിക്കുന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ ആ കുരിശിലേക്ക് നോക്കി ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചേ, എൻ്റെ കർത്താവേ, എനിക്ക് മാനസാന്തരമുണ്ടോ? എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചോദിച്ചേ, കർത്താവേ, എനിക്ക് മാനസാന്തരമുണ്ടോ? എനിക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ടോ? എനിക്ക് ഹൃദയ പ്രാഗൽഭ്യമുണ്ടോ? എൻ്റെ കർത്താവേ, അവിടുന്ന് ഇന്ന് വന്നാൽ ഞാൻ പറന്നുയരുമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും എനിക്കുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ആരും തികഞ്ഞവരായതുകൊണ്ടല്ല, പിന്നെയോ തികവന്റെ പാതയിലേക്ക് നമ്മെ നടത്തുന്ന യേശുക്രിസ്തു നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു വാക്കവനോട് പറയാം, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നന്ദിയോടെ സ്തോത്രം.